നിങ്ങൾ കാണണ്ടേ? ഇതൊക്കെ ഒന്ന് കാണണം. നിങ്ങൾ ആരും ഇതൊന്നും വാർത്ത കൊടുക്കുന്നില്ല. ഞങ്ങൾക്ക് പരാതിയൊന്നുമില്ല, കുഴപ്പമില്ല. ഇത്രയും പരിപാടികൾ നടന്നു ഈ സമ്മേളനവുമായി ബന്ധപ്പെട്ട് എല്ലാം രാഷ്ട്രീയമാണ്. ഈ നാടിനെ ബാധിക്കുന്ന വിഷയങ്ങളാണ് എല്ലാം. അതിൽ ഇവിടെ ഗാന്ധിവധം, സവർക്കറും ഹിന്ദുത്വയും സെമിനാർ നടന്നു. മതം, രാഷ്ട്രീയം, തൊഴിലാളി വർഗം സെമിനാർ നടന്നു. VS ഒരു സമര നൂറ്റാണ്ട് സെമിനാറുകളും പരിപാടികളും നടന്നു. മരണവംശം എന്ന് പറയുന്ന പുസ്തകത്തെ, ഈ PV ഷാജികുമാറിന്റെ പുസ്തകത്തെ അടിസ്ഥാനപ്പെടുത്തിയുള്ള ഡിസ്കഷൻസ് നടന്നു. അങ്ങനെ വന്നിട്ട് ഒരുപാട് അകം കേരളം, പുറം കേരളം, മൈഗ്രേഷന്റെ രാഷ്ട്രീയം, ആരുടേതാണ് ഈ ലോകം, സാമ്രാജ്യത്വ വിരുദ്ധ സദസ്സ്, നാലാം തൂണും ഡിജിറ്റൽ കാലവും, തൊഴിലും വിദ്യാഭ്യാസവും നിഷേധിക്കുന്ന വെറുപ്പിന്റെ രാഷ്ട്രീയത്തിനെതിരെ, പലസ്തീൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാവി KN പങ്കെടുത്തുകൊണ്ട്, അരങ്ങിലെ പുതിയ സങ്കേതങ്ങൾ തേടിയുള്ള യാത്ര, അതിജീവനത്തിന്റെ ഇടതു ബദൽ, ഫോക്ലോറിന്റെ സൗന്ദര്യവും പ്രതിരോധവും, ജുഡീഷ്യറിയും ഭരണഘടനയും, ഇന്ത്യൻ വർത്തമാനം, യുവതി സംഗമം നടത്തി, പുഷ്പന്റെ സഹനത്തിന്റെ മഹാസൂര്യൻ എന്ന തരത്തിൽ ബെന്യാമിൻ ഉൾപ്പെടെയുള്ള ഒരുവിധം കേരളത്തിലെ സാംസ്കാരിക പ്രമുഖരും രാഷ്ട്രീയ കായിക രംഗത്തെ പ്രമുഖരും ഒക്കെ അണിനിരന്നു. അതുപോലെ തന്നെ ഈ നാടകം നടക്കുന്ന ദിവസം കേരളവും ഇടതുപക്ഷ ജീവിതവും സുനിൽ മാഷുടെ ഒരു പ്രഭാഷണത്തിന് ശേഷമാണ് ഈ നാടകം നടക്കുന്നത്. എന്നിട്ടായി ഇവർ പറയുന്നത് പിന്നെ പ്രതിരോധ പാഠശാല, വിദ്യാഭ്യാസ മേഖലയെ തകർക്കാൻ സംഘപരിവാർ അജണ്ട, പ്രതിരോധ പാഠശാല, ഹിസ്റ്റോറിക്കൽ മൊമെന്റ്സ് ചരിത്ര പ്രദർശനം ഇവിടെ നടന്നുകൊണ്ടിരിക്കുക. അങ്ങനെ വിവിധങ്ങളായ പരിപാടികൾ ഈ തൃശ്ശൂർ കേന്ദ്രീകരിച്ച് സംസ്ഥാനത്തെ വിവിധ ഭാഗങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് നടക്കുക. അത് ബ്രോഷറായിട്ട് തന്നെ ഇറക്കിയതാണ് ഞങ്ങൾ. എന്നിട്ട് ഈ കോൺഗ്രസ്സുകാരും മുസ്ലിം ലീഗുകാരും BJPക്കാരും ഒറ്റക്കെട്ടായി ഞങ്ങളെ സമ്മേളനത്തെയും ഞങ്ങൾ മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയത്തെയും നിലപാടിനെയും ഒക്കെ തകർക്കാൻ വക്രീകരിച്ച, കൃത്രിമമായി നിർമ്മിച്ച വീഡിയോകൾ ഉപയോഗപ്പെടുത്തി അപമാനിക്കാനും ഈ പ്രസ്ഥാനത്തിന്റെ രാഷ്ട്രീയത്തെയും നിലപാടുകളെയും ഇല്ലാതാക്കാനും ശ്രമിക്കുന്നത് തീർത്തും അപലപനീയമാണ്. നിങ്ങൾ മാധ്യമങ്ങൾ, പ്രത്യേകിച്ച് പുരോഗമനവാദികൾ എന്ന് പറയുന്ന ഈ കേരള സമൂഹത്തിലെ മാധ്യമ പ്രവർത്തകർ, നിങ്ങൾ ഈ വിഷയത്തെ തുറന്നു കാണിക്കണം. ഈ സമ്മേളനം ഇത്ര മാതൃകാപരമായി നടത്തുന്ന ഒരു സംഘടന വേറെ ഏതാ ഉള്ളത്? നിങ്ങൾ ഈ കഴിഞ്ഞ ഞങ്ങളുടെ സമ്മേളന കാലയളവ് കൂടി പരിശോധിക്കേണ്ട. ഈ സമയത്ത് ഞങ്ങൾ പ്രഖ്യാപിച്ച 25 വീട്, ഞങ്ങൾ 100 വീടിനുള്ള പണം കൊടുത്തവരാ ഞങ്ങൾ. ഈ സമ്മേളന കാലയളവിൽ കേരളത്തിൽ ആദ്യമായി ഒരു യുവജന സംഘടന യൂത്ത് ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ നടത്തി. കേരളത്തിൽ DYFI, മവാസോ എന്ന് പറയുന്ന ഇൻവെസ്റ്റേഴ്സിനെ വെച്ചുകൊണ്ട് സ്റ്റാർട്ടപ്പ് ഫെസ്റ്റിവൽ നടത്തി DYFI. കേരളത്തിൽ മനുഷ്യച്ചങ്ങല നടത്തി DYFI. ഞങ്ങൾ എന്തിനാണ് മറ്റൊരു തരത്തിലേക്ക് അശ്ലീല പ്രദർശനം നടത്തി ആളെ കൂട്ടുന്നു എന്നുള്ള പ്രചരണത്തിലേക്ക് ഈ 3 പേരും, BJPയും കോൺഗ്രസും മുസ്ലിം ലീഗും ഉൾപ്പെടെയുള്ളവർ ശ്രമിക്കുന്നത്? എന്തിനാ ഞങ്ങളെ ഇവർ ഭയക്കുന്നത്? ഞങ്ങൾ 25 വീട് പ്രഖ്യാപിച്ച് 100 വീട് കൊടുക്കുമ്പോ എന്തേ യൂത്ത് കോൺഗ്രസുകാരും കോൺഗ്രസുകാരും വയനാട്ടിൽ വീട് കൊടുക്കാത്തത് എന്നല്ലേ ചർച്ച ചെയ്യേണ്ടത്? ചർച്ച ചെയ്യുന്നില്ല. അതുപോലെ തന്നെയാണ് ഓരോ സംഭവങ്ങളും. ആ വിഷയങ്ങളിലേക്കൊന്നും യഥാർത്ഥത്തിൽ കേരളത്തിലെ മാധ്യമങ്ങൾ ഇറങ്ങുന്നില്ല എന്നുള്ളൊരു പരാതി കൂടി ഞങ്ങൾക്കുണ്ട്. ഞങ്ങളുടെ സമ്മേളനങ്ങളുടെ ആ കരുത്തിനെ, ഞങ്ങളുടെ സമ്മേളനങ്ങൾ നടത്തുന്നതിന്റെ ആ സംഘടനാ ശേഷിയെ, ഞങ്ങളുടെ സംഘടനാ വൈഭവത്തെ, ഞങ്ങൾ ഇടപെടുന്ന മേഖലകളെ ഒന്നും നിങ്ങൾ ചർച്ചയാക്കുന്നില്ല. ഈ സമയത്തും നിങ്ങൾ മാധ്യമങ്ങൾ താല്പര്യത്തോടു കൂടി വന്നത് ഇങ്ങനെ ഒരു വിവാദം ഉണ്ടായതുകൊണ്ട് മാത്രം. അതിൽ ഞങ്ങൾ വളരെ കൃത്യമായി ഞങ്ങളുടെ സംസ്ഥാന സെക്രട്ടറി VK സനോജ് പറഞ്ഞു, ഞങ്ങൾ അതിനെയും രാഷ്ട്രീയമായി നേരിടാനാ തീരുമാനിച്ചത്. അതിനെ ഈ സമൂഹത്തിന് മുമ്പിൽ അവതരിപ്പിക്കാനാണ്. ആ വിഷയത്തെ ഈ സമൂഹത്തിന് മുമ്പിൽ കൂടുതൽ ആളുകളുടെ അടുത്തേക്ക് എത്തിക്കുന്ന തരത്തിൽ എങ്ങനെ അവതരിപ്പിക്കാൻ പറ്റും എന്ന് തന്നെയാണ് ഞങ്ങൾ ആലോചിച്ചത്. അടിയന്തരാവസ്ഥയെ ഈ കേരളം ചർച്ച ചെയ്യണം. കോൺഗ്രസിന്റെ വികൃത മുഖത്തെ ഈ അധികാരവർഗം അധികാരം ഉപയോഗിച്ച് സാധാരണ മനുഷ്യരെ എങ്ങനെയാണ് വേട്ടയാടുന്നത്, അഭിപ്രായ സ്വാതന്ത്ര്യങ്ങളെ എങ്ങനെയാണ് ഇല്ലാതെയാക്കുന്നത്, അതിനെയെല്ലാം ഈ കേരളം ചർച്ച ചെയ്യാനുള്ള അവസരമാക്കി ഇതിനെയും ഞങ്ങൾ ഉപയോഗപ്പെടുത്തും. ഞങ്ങളുടെ സമ്മേളനം ഇതെല്ലാം വളരെ വിശദമായി ചർച്ച ചെയ്യും. വരും കാലയളവിൽ ഇതുപോലെയുള്ള പ്രതിരോധങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കും. VD സതീശന്റെ MDMA സംഘത്തിന്റെ സോഷ്യൽ മീഡിയക്കൊന്നും ഞങ്ങളുടെ ഇച്ഛാശക്തിയെയും രാഷ്ട്രീയ നിലപാടിനെയും ഒരടി പുറകോട്ടേക്ക് കൊണ്ടുപോകാൻ സാധിക്കില്ല എന്ന് തന്നെയാണ് പറയാനുള്ളത്. അതെ, VD സതീശൻ ഇത് അസ്വസ്ഥത ഉണ്ടാക്കുന്നില്ല. ഈ കണ്ടന്റ് കണ്ടിട്ട് എന്റെ നാട്ടിൽ, ഞാൻ ഭരിക്കുന്ന നാട്ടിൽ ഒരു ആവിഷ്കാര സ്വാതന്ത്ര്യം ഇല്ലാത്ത നാടായി എന്റെ നാട് മാറി എന്ന തോന്നൽ VD സതീശൻ ഉണ്ടാകണ്ടേ? പുസ്തകം വായിക്കുന്ന ആളാണ് ഞാൻ, കലയും സംസ്കാരത്തെയും ഇഷ്ടപ്പെടുന്ന ആളാണ് എന്ന് പറഞ്ഞാൽ പോരല്ലോ. അദ്ദേഹം എന്താ ചെയ്യുന്നത്? അദ്ദേഹത്തിനെതിരെ വരുന്ന ആക്ഷേപങ്ങൾ,
ആ കോൺഗ്രസിനെതിരെ അല്ലെങ്കിൽ വി ഡി സതീശനെതിരെ വരുന്ന ആക്ഷേപങ്ങൾ മെറ്റയിൽ നിന്ന് നീക്കം ചെയ്യുക, ബോധപൂർവ്വം ഇടപെടുക. ആ കാലഘട്ടത്തിലാണ് ഇങ്ങനെ ഇത്രയും വികൃതമായി ഒരു കലയെ ചിത്രീകരിക്കുന്നത്, ഒരു രാഷ്ട്രീയത്തെ ചിത്രീകരിക്കുന്നത്. ഇത് ജനാധിപത്യത്തിന് ഭൂഷണമാണോ എന്നുള്ളത് പരിശോധിക്കണ്ടേ? ഇതാ ഞങ്ങൾക്ക് പറയാനുള്ളത്.